നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരങ്ങൾ ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ്. ഫുട്ബോൾ ലോകം അതിന്റെ ആവേശത്തിലേക്ക് മാറുന്നു. ഇപ്പം ഈ സീസൺ ഇതാ അവസാന ഘട്ടത്തിലാണ്. സീസൺ വൈസ് ആണല്ലോ ഇപ്പോൾ ബാലൻഡിയോർ കൊടുക്കുന്നത്. നിലവിൽ ബാലൻഡിയോറിന് ഇത്തവണ സാധ്യത കൂടുതൽ ആർക്കാണ്? ഏതായാലും ഈ സീസണിന്റെ ഒരു പ്രത്യേകത ക്ലബ് ഫുട്ബോൾ മാത്രമല്ല, ഇനിയിപ്പോൾ കോപ്പ അമേരിക്കയും അതുപോലെ യൂറോ കപ്പും ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്നുണ്ട്. അതിൽ പ്രകടനങ്ങൾ കൂടി വരുന്ന ബാലൻഡിയോറിന് പരിഗണിക്കുമെന്നാണ് കരുതേണ്ടത്. അത് ഏത് കാലയളവാണ് പരിഗണിക്കുക എന്നുള്ളത് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ അധികം വൈകാതെ പുറത്തുവിട്ടു. എന്തായാലും നിലവിൽ ബാലൻഡിയോറിന് കൂടുതൽ സാധ്യത ആർക്കാണ്? Goal.com അവരുടെ പുതിയ പവർ റാങ്കിങ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 20 താരങ്ങൾ, ഏറ്റവും അധികം സാധ്യതയുള്ള 20 താരങ്ങളെയാണ് അവരതിൽ അവതരിപ്പിക്കാറുള്ളത്. അതുപോലെ തന്നെ അവർ ചെയ്യുന്നു. നമ്മളത് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുടെ ഒരു ചർച്ചയ്ക്ക് ബേസ് എന്ന രൂപത്തിൽ മാത്രമാണ് ഈ ഒരു പവർ റാങ്കിങ് നമ്മൾ അവതരിപ്പിക്കുന്നത്. 20ാമത്, അതായത് 20 താരങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കുറവ് സാധ്യതയുള്ളവരായിരിക്കും അവസാനം ഉണ്ടാവുക. 20ാമത് ലിയോ മെസ്സിയാണ്. ലയണൽ മെസ്സി ഇപ്പം 2023-24 ഈ ഒരു സീസൺ എന്ന് പറയുമ്പോൾ ഇതിൽ വ്യത്യാസമുണ്ട്. MLS സീസൺ കലണ്ടർ വൈസ് ആണ് എങ്കിൽ പോലും ബാലൻഡിയോറിന് അത് പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് മുതലായിരിക്കും എടുക്കുക എന്നത് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ലീഗ്സ് കപ്പൊക്കെ ഇതിൽ ഉൾപ്പെടും. അത് വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. 18 ഗോളുകളും 8 അസിസ്റ്റുകളുമാണ് ഈ കാലയളവിൽ മെസ്സി നേടിയിട്ടുള്ളത്. ഒപ്പം ലീഗ്സ് കപ്പും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി 19ാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ. 2023-24 സീസണിൽ 38 ഗോളുകളും 14 അസിസ്റ്റുമാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത്. അദ്ദേഹം അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ 18ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ യുവ സൂപ്പർ താരം റോഡ്രിഗോ. അദ്ദേഹം 17 ഗോളുകളും 8 അസിസ്റ്റുകളുമാണ് ഈ ഒരു സീസണിൽ സ്വന്തം പേരിലാക്കിയത്. അത് ക്ലബിനും ദേശീയ ടീമിനുമായിട്ടുള്ള കണക്കുകളാണ് ഈ പറയുന്നതൊക്കെ എന്ന് കൂടി ശ്രദ്ധിക്കുക. കൂടാതെ അദ്ദേഹം സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിടുകയും ചെയ്തിരുന്നു. 17ാം സ്ഥാനത്ത് അർജന്റീൻ സൂപ്പർ താരം ഇന്റർ മിലാന് വേണ്ടി മിന്നിക്കത്തി കളിച്ചുകൊണ്ടിരിക്കുന്ന ലൗറ്ററോ മാർട്ടീനസ്. 27 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഈ സീസണിലുള്ളത്. സൂപ്പർ കോപ്പ ഇറ്റാലിയാനയിൽ മുത്തമിടുകയും ചെയ്തു. 16ാമത് വെർജിൽ വാൻ ഡൈക്കാണ്, ലിവർപൂളിന്റെ താരം. 5 ഗോളുകളും 2 അസിസ്റ്റുകളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. പിന്നെ അദ്ദേഹം ഡിഫൻഡറാണ്. അപ്പോൾ ഈ ഗോളും അസിസ്റ്റും അല്ല നമ്മൾ എടുക്കേണ്ടത്, ക്ലീൻ ഷീറ്റ്. അദ്ദേഹം കളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ടീമിന് എത്ര ക്ലീൻ ഷീറ്റ് ഉണ്ട്? 14 ക്ലീൻ ഷീറ്റുകളാണ് ഈ സീസണിലുള്ളത്. കർബാവോ കപ്പിൽ മുത്തമിടുകയും ചെയ്തു. ഇനി 15ാം സ്ഥാനത്ത് ആഴ്സണലിന്റെ ഡെക്ലാൻ റൈസ് ആണ്. അദ്ദേഹം 6 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 14ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പോർച്ചുഗീസ് സൂപ്പർ താരം ബെർണാഡോ സിൽവയാണ്. സിൽവക്ക് 11 ഗോളുകളും 8 അസിസ്റ്റുകളുമാണ് ഈ സീസണിലുള്ളത്. ക്ലബ് വേൾഡ് കപ്പിലും യുവേഫ സൂപ്പർ കപ്പിലും അദ്ദേഹം സിറ്റിക്കൊപ്പം മുത്തമിടുകയും ചെയ്തു. 13ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ തന്നെ സൂപ്പർ താരം കെവിൻ ഡി ബ്രൂയനെ. 4 ഗോളുകളും 14 അസിസ്റ്റുകളുമാണ് ഈ ഇഞ്ചുറി വല്ലാതെ വലച്ച സീസണിലും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് എന്ന കാര്യം ശ്രദ്ധിക്കുക. 12ാം സ്ഥാനത്ത് ഹൂലിയൻ ആൽവാരസ് ഉണ്ട്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ അർജന്റീൻ സൂപ്പർ താരം. 16 ഗോളുകളും 13 അസിസ്റ്റുകളും. ക്ലബ് വേൾഡ് കപ്പിൽ മുത്തമിട്ടു, യുവേഫ സൂപ്പർ കപ്പിൽ മുത്തമിട്ടു. 11ാമത് ലിവർപൂളിന്റെ ഈജിപ്ഷ്യൻ കിങ് മോ സലാ. 28 ഗോളുകളും 16 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഈ സീസണിലുള്ളത്. കറബാവോ കപ്പിൽ മുത്തമിടുകയും ചെയ്തു. 10ാം സ്ഥാനത്ത് ബുക്കായോ സാക്ക, ആഴ്സണലിന്റെ യുവ സെൻസേഷൻ. 18 ഗോളുകളും 14 അസിസ്റ്റുകളുമാണ് അദ്ദേഹം ഈ സീസണിൽ സ്വന്തം പേരിലാക്കിയിട്ടുള്ളതെങ്കിൽ 9ാം സ്ഥാനത്ത് ബയർ ലെവർക്യൂസന്റെ യുവ സൂപ്പർ താരം ഫ്ലോറിയൻ വേർട്സ് ഉണ്ട്. ബയർ ലെവർക്യൂസൻ ഇത്തവണ ബുണ്ടസ് ലീഗയിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. ഈ സീസണിൽ ആകെ 18 ഗോളുകളും 20 അസിസ്റ്റുകളുമാണ് യുവതാരം നേടിയിട്ടുള്ളത്. അദ്ദേഹം 9ാം സ്ഥാനത്ത്. 8ാം സ്ഥാനത്ത് അന്റോയിൻ ഗ്രീസ്മാൻ. ഗ്രീസ് അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്നു. കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യ പാദത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് അദ്ദേഹമായിരുന്നു. അങ്ങനെ മികച്ച പ്രകടനം അദ്ദേഹം തുടരുന്ന ഒരു ഘട്ടമാണ്. 22 ഗോളുകളും 10 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. 7ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ സൂപ്പർ താരം വിനി ജൂനിയർ. 18 ഗോളുകളും 10 അസിസ്റ്റുകളും സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. 6ാം സ്ഥാനത്ത് വരുന്നത് ഹാരി കെയ്ൻ ആണ്. കിരീടങ്ങൾ തേടിയുള്ള അദ്ദേഹത്തിന്റെ ജർമ്മനിയിലേക്കുള്ള പോക്ക് പക്ഷേ ബൂണ്ടസ് ലീഗയിൽ സക്സസ്ഫുൾ ആയിട്ടില്ല. ഇനിയുള്ള പ്രതീക്ഷ യുവേഫ ചാമ്പ്യൻസ് ലീഗാണ്. അതിലെന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയണം. ആഴ്സണലാണ് എതിരാളികൾ. എന്തായാലും ഹാരി കെയ്ൻ ബയൺ മ്യൂണിക്കിന് വേണ്ടി ഈ സീസണിൽ മികച്ച പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട്. എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് അദ്ദേഹത്തിന്റെ ഈ സീസണിലെ കണക്ക് 43 ഗോളുകളും 12 അസിസ്റ്റുകളുമാണ്.
അഞ്ചാമത് റോഡ്രി, മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം. അദ്ദേഹം 10 ഗോളുകളും 13 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ സ്വന്തമാക്കിയത്. ക്ലബ്ബ് വേൾഡ് കപ്പിലും യുവേഫ സൂപ്പർ കപ്പിലും മുത്തമിടുകയും ചെയ്തു. 4-ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോളടി വീരൻ എർലിംഗ് ഹാലൻഡ് ആണ്. 34 ഗോളുകളും 6 അസിസ്റ്റുകളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ക്ലബ്ബ് വേൾഡ് കപ്പിലും യുവേഫ സൂപ്പർ കപ്പിലും മുത്തമിടുകയും ചെയ്തു. പിന്നെ കിലിയൻ എംബാപ്പയാണ് 3-ാം സ്ഥാനത്ത് വരുന്നത്. പാരീസ് സെന്റ് ജർമ്മന്റെ സൂപ്പർ താരം 45 ഗോളുകളും 16 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ സ്വന്തമാക്കിയത്. ട്രോഫിഡസ് ചാമ്പ്യൻസിൽ മുത്തമിടുകയും ചെയ്തു. 2-ാമത് വരുന്നത് ഫിൽ ഫോഡനാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം, യുവതാരം, മിന്നുന്ന ഫോമിലാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അടക്കം അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. 23 ഗോളുകളും 10 അസിസ്റ്റുകളും ഈ സീസണാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രൊളിഫിക് ആയിട്ടുള്ള സീസൺ. ക്ലബ്ബ് വേൾഡ് കപ്പിലും യുവേഫ സൂപ്പർ കപ്പിലും മുത്തമിട്ടിട്ടുണ്ട്. 1-ാമത് ജൂഡ് ബെല്ലിംഗാം ആണ്. റയൽ മാഡ്രിഡിന്റെ ഇംഗ്ലീഷ് സൂപ്പർ താരം 22 ഗോളുകളും 13 അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയത്. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും യുവതാരങ്ങളൊക്കെ മികച്ച പ്രകടനം നടത്തുന്ന സമയം കോൾ പാൽമർ ഇപ്പൊ കണ്ടില്ലേ, ബാക്ക് ടു ബാക്ക് ഹാട്രിക്കുമായിട്ട് വരുന്നു. അപ്പൊ ഇത്തവണ ബാലൺ ഡിയോറിനുള്ള പോരാട്ടത്തിലെ യുവതാരങ്ങളുടെ ഒരു പോരാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നതാണ് ഇപ്പോഴുള്ള സൂചനകൾ. ബാക്കി ആ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പുകൾ, ആ കോപ്പ അമേരിക്കയും യൂറോ കപ്പും ഒക്കെ കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.